ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കേണ്ടത്. അത് ഞാൻ കാണിക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഉടനെ തന്നെ അവർ രണ്ടിനെ ഇവിടെ ചാടിക്കണം. ആരെ? ആ മദറിനെ, ആ ടീച്ചറിനെ. എന്തിന്? അവരിവിടെ നിന്ന പ്രശ്നമാണ്. അതുകൊണ്ട് താൻ ഉടനെ ഒന്ന് ഊട്ടിക്ക് പോകണം. അവിടെ സ്കൂൾ പാർലറിൽ ഭംഗിയുള്ള ഒരു പോർച്ചുഗീസ് ഷാൻഡലിയർ ഉണ്ട്. ജനൽ കമ്പി വിളച്ചകത്ത് കയറി ആരോ അത് മോട്ടിക്കാൻ ശ്രമിച്ചു എന്ന് താൻ അവിടെ നിന്ന് ഒരു ഫോൺ കാച്ചിയാൽ അവരിവിടെ നിന്ന് പാഞ്ഞോളൂ. മദർ മാത്രം പാഞ്ഞാ പോരെ? ആ ടീച്ചർ ഇവിടെ നിന്നോട്ടെ. ആ കുട്ടി പാവല്ലേ. അമ്മ കന്യ. മദർ ഒറ്റയ്ക്ക് പോവില്ലടോ, ടീച്ചറെയും കൊണ്ടേ പോകൂ. അതിന് ഞാൻ എന്തിനാ ഊട്ടിക്ക് പോണേ? ഇവിടെ ഇവിടുന്നെങ്കിലും ഫോൺ ചെയ്താ പോരെ? പോരാ, ഊട്ടിക്ക് പോകണം. തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളൂ. ഊട്ടിന്ന് ഫോൺ ചെയ്യുക മാത്രമല്ല, അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം. മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം. ഏ? ഞാൻ എന്തിനാ ജനിച്ചേ? ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ. താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ? അല്ല, കുര്യാക്കോസ് എപ്പ എത്തി? വന്നു. എനിക്ക് വട്ടളകും. വട്ടളകിയാ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അമ്മച്ചിക്ക് സുഖാണോ കുര്യാക്കോസെ? ഇന്നലെ വരെ സുഖമായിരുന്നു. ഇന്നത്തെ സുഖം അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ആ തൂണിന്റെ അവിടെ തന്നെ നിൽക്കില്ലേ? രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും പറഞ്ഞേ ഇല്ല. ദേ, ശിവരാമേട്ടന്റെ കാര്യമൊന്നും പറയണ്ട. ഏതായാലും സ്കൂൾ തുറക്കണ വരേ ഉള്ളൂ. മമ്മിയും ശിവരാമേട്ടനും ഫോട്ടോവും ഈ കണ്ണിറുക്കി കാണിക്കലൊക്കെ. വാ, തന്നെ ബസ് സ്റ്റാൻഡിൽ വിടാം. ഇതിനേക്കാളും ഭേദം ഊട്ടി തന്നെയാ. മിസ്റ്റർ വിജയഭാസ്കർ, ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആർ യു റെഡി? ഡാഡി റെഡി. ഡാഡി റെഡി. താങ്ക് യു. മെറ്റിൽഡ. ഞാൻ റെഡി മദർ. മിസ്സസ് വിജയഭാസ്കർ, കമ്മിങ് മദർ. ടീച്ചർ മെത്താര ചവിട്ടണേ. കുര്യാക്കോസെ എന്ത്? തുറക്ക്. Oh, thank you, gentlemen. You're so nice. അതെ, ഞാൻ എവിടെയാ കയറുക? കുര്യാക്കോസ് കാര്യം ചെയ്യും. ഒരു ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കും. ഫോൺ. ഹലോ. Is it Bangalore 615759? യെസ്, യു ആർ റൈറ്റ്. Call from Ooty, sir. കാൾ ഫ്രം ഊട്ടി. മദർ, ഊട്ടിയിൽ ഒരു കോളുണ്ട്. Hello. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. Oh my God. അയ്യോ, എന്താ മദർ? മെറ്റി, നമ്മുടെ പാർലറിലെ പോർച്ചുഗീസ് ഷാൻഡലിയർ ആരോ കക്കാൻ ശ്രമിച്ചു. കക്കലും മോട്ടിക്കലും ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ? Oh God. എന്താ? മെറ്റി, അവൻ ജനൽ കമ്പി വളച്ച് അകത്ത് കയറാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചെന്തോ തല പോകുന്ന കാര്യമായിരിക്കും. நீங்க கவலைப்பட வேண்டாம் மதர். அவன் அரெஸ்ட் பண்ணியாச்சு. அவன் பேர் குரியாக்கோஸ். അവനെ അറസ്റ്റ് ചെയ്തു മെറ്റി. അവന്റെ പേര് കുര്യാക്കോസ്. அவன் ஒரு பயங்கரமான திருடன். இதுக்கு முன்னாடி அவன் நிறைய இடத்துல திருடி இருக்கான். எவ்வளவு கேட்டாலும் உண்மையே சொல்ல மாட்டேங்கிறான். அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர். அவன் முழிக்கிற மொழியே சரியில்லை. ആരാ? എന്താ കാര്യം? ഊട്ടിയിലെ സർക്കിൾ ഇൻസ്പെക്ടറെ കള്ളനെ പിടിച്ചു. സാർ, ഇതെല്ലാം ഒരു ചിന്ന വിഷയം തന്നെ. അതുക്കായ നീങ്ക അവനെ ഒന്നും പണ വേണ്ട. പറ്റില്ല. അവനെ നല്ല നാല് ഇടി ഇടിങ്ങോ. அவனை இடிக்கணும், அவ்வளவுதானே. அத நான் பாத்துக்கிறேன். ஆமா, நீங்க யாரு? ഞാൻ മിസ് ടീച്ചർ മെറ്റിൽഡ. மெட்டில்டாவா? യു ടു മെറ്റി. டீச்சர், அவன் யூ2 மெட்டின்னு சொல்றான். അയ്യോ മദർ, അവൻ എനിക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന്. നിർത്ത്. നമ്മൾ ഉടനെ അങ്ങോട്ട് വരുന്നു പറഞ്ഞ് ഫോൺ വെക്കാം. എന്നാ നാങ്ക വാങ്കയ്യ. മിസ്റ്റർ വിജയഭാസ്കർ, ഞങ്ങൾക്ക് ഉടനെ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ്. ബസ് ടിക്കറ്റ് റെഡി. ബസ് ടിക്കറ്റ് എന്തിനു നേരത്തെ മേടിച്ചു വെച്ചു? അല്ല, പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു. ഓ, ഹൗ സ്വീറ്റ്. താങ്ക് യു. Welcome. മെറ്റി, നമുക്ക് പോകാം. റെഡി. രക്ഷപ്പെട്ടു അല്ലേ? എവിടെ രക്ഷപ്പെട്ടു? ഇനി കുര്യാക്കോസിനെ രക്ഷപ്പെടുത്തണ്ടേ? മദറൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് ആരെ ഒന്ന് പിടിക്കുക. வாங்க வாங்க. வணக்கம் சார். மன்னிக்கணும் சார், ஆளை மாத்தி அடிச்சிட்டேன். ஐயா இவ்வளவு பெரிய ஆளுன்னு எனக்கு தெரியாது. இந்த ட்ரெஸ்ஸ போட்டுக்கங்க. இந்த காக்கி ட்ரெஸ் மாறிட்டு இந்த ட்ரெஸ் நீ போடு. சார் சார் ப்ளீஸ் இத போட்டுக்கங்க சார். போட மாட்டேன் பொட்டா. சார் இப்படியே போனீங்கன்னா அசிங்கமா இருக்கும் சார். இந்த ட்ரெஸ்ஸ போட்டுக்கங்க இந்த சார். ட்ரெஸ்സും വേണ്ട, ഒന്നും വേണ്ട. இந்த നിക്കറോടെ എനിക്ക് ബാംഗ്ലൂർക്ക് പോണം. എന്നെ അമിച്ചവനെ എനിക്കൊന്ന് பார்க்கணும். அப்படி சொல்லாதீங்க சார். പിന്നെ ഞാൻ എപ്പടി சொல்லണ്ട സോമ്പേരി? சார்
ഹലോ. കുട്ടാ, ആരാ കുട്ടാ കുട്ടികളോടൊപ്പം ഉള്ള ആ പെണ്ണ്? എന്താ അതിന്റെ പേര്? എവിടെയാ അതിന്റെ വീട്? അത് ഞാൻ വെറുതെ ഒന്ന് നിർത്തി നോക്കിയതാണമ്മേ, പിള്ളേർക്ക് വേണ്ടി. വീട് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. പേര് ഹേമാന്നാ? അതെ. സ്കൂൾ തുറക്കുന്നവരേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അങ്ങ് പോവും. വേറെ എന്തുണ്ടമ്മേ വിശേഷം? ആ കുട്ടി അനുവിന്റെ സുധിയുടെ അമ്മയ്ക്ക് പകരാവോ? പകരാവോ കുട്ടാ? ആകുമെങ്കില് നീ അവളെ... അമ്മേ, അമ്മയ്ക്ക് എന്നെ അറിയില്ലേ? നന്നായിട്ട് അറിയില്ലേ? പിന്നെന്തിനാ വെറുതെ? വെക്കട്ടെ. മമ്മി, ഡാഡി ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ല. എന്താ മമ്മി കാര്യം? അറിയില്ല. നാളെ വരും. എങ്ങനെ അറിയാ? മറ്റന്നാ സ്കൂൾ തുറക്കുകയല്ലേ, നമ്മളെ കൊണ്ടുവിടാൻ നാളെ വരും. നേരാണോ മമ്മി? നേരാണ്, വരും, തീർച്ചയായും വരും. ഇന്ന് നമ്മൾ പിരിയാണ്. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല. കുട്ടികളുമായും കാണരുത്. എന്താ 2 ദിവസം വരാഞ്ഞ്? ഒന്നില്ല. എന്നോടും എൻ്റെ കുട്ടികളോടും ഹേമ ചെയ്യുന്ന ഉപകാരത്തിന് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഈ ഉപകാരം ഒരു മാനസിക ബാധ്യതയായി തീരരുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് പിരിയുമ്പോൾ കണക്കുകൾ തീർത്തിട്ട് പിരിയണം. അതിന് എന്തെങ്കിലും പ്രതിഫലം ഹേമ വാങ്ങിയേ തീരൂ. അത് എത്ര വലുതാവുന്നോ അത്രയും നല്ലത്. പണമാണോ ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ വെറും തരാൻ ഒക്കില്ലല്ലോ. ഒക്കും. എനിക്ക് വേണ്ട പ്രതിഫലം തരാൻ നിങ്ങൾക്കൊക്കും. ഒരു വലിയ പ്രതിഫലം. എന്താ അത്? എല്ലാ അഹങ്കാരവും മറന്ന് കാലിൽ വീണ് കേണപേക്ഷിച്ചായാലും അവരുടെ മമ്മിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അത് നിർബന്ധ. എന്തൊക്കെയോ വാശിക്ക് നിങ്ങൾ പറിച്ചെടുക്കുന്ന കുട്ടികളുടെ ബാല്യം ഉണ്ടല്ലോ, അമ്മയില്ലാതെ വെറുതെ പോകുന്ന ആ ബാല്യം, അതിന് ഒരിക്കലും തിരിച്ചു കൊടുക്കാനാവില്ല നിങ്ങൾക്ക്. അനുവിനും സുധിക്കോ അവരുടെ മമ്മിയെ കൊണ്ടു കൊടുക്കോ? എത്രയും പെട്ടെന്ന് കൊടുക്കോ? കൊടുക്കാം. വാക്ക്. വാക്ക്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഡാഡി വന്നു. ഇനി നമ്മൾ പോവാ സ്കൂളിലേക്ക്. ഈ മമ്മി നിങ്ങൾക്കൊരു നല്ലത് ചെയ്തിട്ടുണ്ട്. എന്താ അത്? ഇപ്പോഴൊന്നും ചോദിക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങളതറിയും. എന്താ അത്? പറ. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളത് അറിഞ്ഞോളും. ശരി, റെഡിയാവും, പോവാം. എന്ത് പറ്റി? வண்டி போகாது சார், ரோடு எல்லாமே பிளாக் ஆயிருக்கு. ഞാനൊന്ന് അന്വേഷിക്കാം. നിങ്ങളുടെ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും നോക്കിട്ട് വരാം. என்னாச்சு? ரோடெல்லாம் பிளாக்கா இருக்கே. இன்னைக்கு மத்தியானம் ஊட்டில பயங்கரமான சைக்ளோன் சார். பெரிய பெரிய மரம் எல்லாம் விழுந்துருச்சு. இங்க இருந்து யாரும் அங்க போக முடியல, அங்க இருந்து யாரும் இங்க வர முடியல. ஆமா, நீங்க எங்க போனோம்? இல்ல, பசங்களை ஸ்கூல்ல விடணும். ஸ்கூல் எல்லாம் க்ளோஸ் பண்ணிருக்கு சார். இன்னும் 1 வாரம் கழிச்சு தான் திறப்பாங்க. சாயந்தரம் பேப்பர்ல படிக்கலையா?
ഇതെന്താ ചെയ്യാ? എന്ത് ചെയ്യണം? ഇവരറിയുമ്പോ കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഒരാഴ്ച കൂടെ കിട്ടിയല്ലേ അവർക്ക്. അതുകൊണ്ട് ഒരാഴ്ച കൂടെ നിൽക്കണമെന്ന് ഹേമയെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഹേമയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അപേക്ഷിക്കും, യാചിക്കും. പറ്റില്ല, ഇനി പറ്റില്ല. എനിക്ക് പോണം, പോയേ തീരൂ. ഇന്ന് 9-ാം തീയതിയാണ്. ഇപ്പോ ഇവിടെ വെച്ച് പിരിയാണ് ഞാൻ, എന്നേക്കുമായി. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും തരാനായി ഇനി എൻ്റെ കയ്യിൽ സമയമില്ല. എനിക്കുണ്ടൊരു ജീവിതം. അവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്. പോണം. ആലോചിക്കാം, തിരികെ പോയി സമാധാനമായിട്ട് ആലോചിക്കും. വരും. ഇല്ല, വരില്ല. പറഞ്ഞല്ലോ, പോവുകയാണ് ഞാൻ. ഇല്ല, ഹേമയ്ക്ക് പോകാനാവില്ല. എന്നെ എന്റെ കുട്ടികളെ ഈ വഴിവെക്കിൽ വിട്ടിട്ട് ഹേമയ്ക്ക് പോകാനാവില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ പിടിച്ചു വെക്കൂ. പിടിച്ചു വെക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ? പറ, ഞാൻ നിങ്ങളുടെ ആരാ? ശരി, ഹേമയ്ക്ക് എവിടാ പോകുന്നു? എങ്ങോട്ടാ പോകുന്നത്? പറ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാനിനി നിൽക്കുന്ന ഓരോ നിമിഷവും ആ കുട്ടികളുടെ അമ്മയെ അവരിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്താവും. അതിനുണ്ടാവില്ല. ഹേമേ, അഹങ്കാരം കാണിക്കല്ല. നിങ്ങളുടെ കുട്ടികളുടെ അമ്മയ്ക്ക് എളുപ്പം വരാനായി വഴി ഒരുക്കുകയല്ല. ഞാൻ പോകുന്നത് എന്റെ ജീവിതത്തിലേക്കാ. അവിടെ നിങ്ങൾ ആരുമല്ല, ആരും. ആ ഇരുളിലേക്ക് ഞാൻ മറയുമ്പോ അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ തിരികെ വിളിക്കരുത്, പ്ലീസ്. സുധി, അനു, രണ്ടു ദിവസം ഡാഡി ഞങ്ങളെ കാണാൻ വന്നേ ഇല്ല. ഇപ്പൊ ഡാഡി വന്നപ്പോ ഡാഡിയോട് വഴക്കിട്ട് മമ്മി പിന്നെ പോവാണല്ലേ? മമ്മി പോവണ്ട. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എല്ലാരും ഇങ്ങനെയൊക്കെ? എന്തിനാ എന്നോട് വീണ്ടും വഴക്കിട്ട്? കുട്ടികൾ സങ്കടപ്പെട്ടത് കണ്ടില്ലേ?